1978 ഡിസംബർ 20-ന് കൊൽക്കത്തയിൽ നിന്നും ലക്നൌവിലേക്ക് 132 യാത്രക്കാരുമായി പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 410 ഹൈജാക്ക് ചെയ്യപ്പെട്ടു. 2 ഭീകരർ വിമാനത്തിന്റെ പൈലറ്റുമാർ ഇരിക്കുന്ന കോക്പിറ്റിലേക്ക് അതിക്രമിച്ച് കയറുകയും തുടർന്ന് വിമാനം റാഞ്ചിയതായി അറിയിക്കുകയും ചെയ്തു. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടതായും തങ്ങൾ നേപ്പാളിലേക്ക് പറക്കുന്നതായും അറിയിക്കാൻ അവർ എയർലൈൻ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. ഭീകരരുടെ ആവശ്യങ്ങൾ കേട്ട് അധികാരികൾ ഞെട്ടി. 1. ജയിലിൽ കഴിയുന്ന ഇന്ദിരാഗാന്ധിയെ വിട്ടയക്കുക. 2. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിക്കെതിരായ എല്ലാ കേസുകളും പിൻവലിക്കുക. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ എം സ്വരാജ് രാഹുൽ മാങ്കൂട്ടത്തിലിന് കൊടുത്ത മറുപടിയിൽ പറഞ്ഞ വിമാന റാഞ്ചലിന്റെ കഥയാണ് പറഞ്ഞു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആദ്യം വിമർശനം ഉയർത്തുന്നത്. മാത്രമല്ല CPM പ്രതിയായിട്ടുള്ള കൊലപാതക കേസുകൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിമർശനം. ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി എന്ന് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തു താങ്കളെ. അത്തരത്തിലുള്ള പ്രതികരണങ്ങളോട് ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് താങ്കൾ? അല്ല, ഞാൻ എന്നെ പരിഹസിക്കുന്നതിനൊന്നും മറുപടി പറയാറില്ല. പരിഹാസമൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയുടെയും നിലവാരത്തിൻ്റെയും ഒരു ബഹിർസ്ഫുരണമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ മറുപടി പറയാറുമില്ല. പൊതുവെ തന്നെ അല്പത്തരങ്ങളോട് പ്രതികരിക്കാനും മറുപടി പറയാനും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. ഇതൊക്കെ നമ്മുടെ സമൂഹം ശരിയായി തിരിച്ചറിയുന്നുണ്ട്. ഈ എന്താ പറയുക, വളരെയേറെ ഗൗരവതരമായ ഒരു ദേശീയ പ്രശ്നം ഒരു സാർവദേശീയ പ്രശ്നമാകാനിടയുള്ള ഒരു വിഷയമൊക്കെ സംസാരിക്കുന്ന സമയത്താണ് നാട്ടിലുള്ള എന്തെങ്കിലും സംഘർഷത്തെക്കുറിച്ചൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ ആയിരക്കണക്കിന് സിഖുകാരെ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്ക് കൊന്നു തള്ളിയ ഇന്ത്യയിലെ ഭീകര പ്രസ്ഥാനം ഏതാണ്? ഞാൻ അങ്ങനെ ഇതിന് മറുപടി പറയാൻ നിന്നാൽ എവിടെ എത്തി നിൽക്കും? രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആകെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ യാത്രാ വിമാനം റാഞ്ചിയിട്ടുള്ളൂ. അതറിയോ നിങ്ങൾക്ക്? ലോകത്തിൽ ഭീകര സംഘടനകൾ ചിലയിടത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ വിമാനം റാഞ്ചിയിട്ടുള്ളൂ. ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ഇന്ത്യയിൽ വിമാനം റാഞ്ചി ഭീകരത സൃഷ്ടിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയേ ഉള്ളൂ. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് പാർട്ടിയുടെ വിമാന റാഞ്ചൽ കഥ അതൊരു ഒന്നൊന്നര കഥയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ അസംബന്ധ നാടകമാണ് 1978 ഡിസംബർ 20-ന് അരങ്ങേറിയത്. ദില്ലിയിലെ പാലം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ തയ്യാറെടുത്ത വിമാനമാണ് ആ 2 ഭീകരർ റാഞ്ചിയത്. അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവങ്ങൾ കണ്ട് വിമാനത്തിലുണ്ടായിരുന്നവർ പകച്ചിരുന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ, എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ വിറങ്ങലിച്ചു നിന്ന എയർലൈൻ ജീവനക്കാരോട് വിമാനം നേപ്പാളിലേക്ക് തിരിച്ചുവിടാൻ റാഞ്ചികൾ ആവശ്യപ്പെടുന്നു. വിമാനത്തിൽ ഇന്ധനം കുറവാണെന്നും നേപ്പാളിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നും പൈലറ്റുമാർ പറഞ്ഞു. എന്നാൽ ബംഗ്ലാദേശിലേക്ക് പോകണമെന്നായി ഭീകരരുടെ ആവശ്യം. അതും നടക്കില്ലെന്നറിഞ്ഞപ്പോൾ വിമാനം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇറക്കാനായി ആവശ്യം. വാരണാസി വിമാനത്താവളത്തിലെത്തിയപ്പോൾ തങ്ങളുടെ ആവശ്യം ഭീകരർ വിമാനത്തിനുള്ളിലെ റേഡിയോ വഴി പുറം ലോകത്തെ അറിയിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിലിൽ അടക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയെ ഉടൻ മോചിപ്പിക്കണം. മകൻ സഞ്ജയ് ഗാന്ധിക്കെതിരെയുള്ള എല്ലാ കേസും പിൻവലിക്കണം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ജനതാ സർക്കാർ രാജിവെക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. വിമാനം റാഞ്ചിയ ഭീകരവാദികൾ പിടിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ആരായിരുന്നു വിമാനം റാഞ്ചിയ ആ ഭീകരവാദികൾ? ഉത്തർപ്രദേശിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഭോലാനാഥ് പാണ്ഡെയും ദേവേന്ദ്ര പാണ്ഡെയുമായിരുന്നു ആ ഭീകരവാദികൾ. കളിത്തോക്കും ക്രിക്കറ്റ് ബോളും ഉപയോഗിച്ചായിരുന്നു അത്രയും സമയം അവർ വിമാനത്തിലുണ്ടായിരുന്നവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പിറ്റേന്ന് പുലർച്ചെ ഒരു യാത്രക്കാരൻ അവരെ വിദഗ്ധമായി പറ്റിച്ച് വിമാനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അവർ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് അധികാരത്തിലെത്തിയപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഭോലാനാഥ് പാണ്ഡെയും ദേവേന്ദ്ര പാണ്ഡെയും കുറ്റവിമുക്തരായി. പതുക്കെ പതുക്കെ വിമാന റാഞ്ചൽ കേസ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. സംഭവം നടന്ന് 2 വർഷങ്ങൾക്കു ശേഷം 1980-ൽ ഭോലാനാഥ് പാണ്ഡെയ്ക്കും ദേവേന്ദ്ര പാണ്ഡെയ്ക്കും ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റു നൽകി. അങ്ങനെ വിമാനം റാഞ്ചി രാജ്യത്തിൻ്റെ സുരക്ഷയെയും നിയമത്തെയും വെല്ലുവിളിച്ച ഭീകരവാദികളെ MLA മാരാക്കിയ ലോകത്തിലെ തന്നെ ഒരേ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.